ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്ത് സൊഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 9 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 10, 11 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അസാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവാണ് അവൻ്റെ ദൂതനെ അയച്ചത്. അവൻ്റെ ദീൻ അത് മറ്റുള്ള മതത്തേക്കാൾ തെളിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി. ശേഷം അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അസാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു, ഇത് പല പ്രാവശ്യം നമ്മൾ പഠിച്ചു പോയതാണ്. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, അത് മാളിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. ആമനു എന്നുള്ളത് ബഹുവചന രൂപത്തിൽ പറയാനാണ് ഉപയോഗിക്കുക. ആമനു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിച്ചു എന്നാവും, അതും മാളിയായ പദമാണ്. അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് ചേരുമ്പോൾ, അല്ലസീന എന്നുള്ളത് ഇസ്മ മൗസൂല എന്നാണ് പറയാം. അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ എന്നാണ് അല്ലസീനയുടെ അർത്ഥം. അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവരായ, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കും. അല്ലസീന ആമനു എന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു, അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേരുമ്പോൾ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ വിശ്വാസികൾ, സത്യവിശ്വാസികൾ, മുഅ്മിനൂൻ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്ന് വന്നിട്ടുണ്ട്. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. അപ്പോൾ സത്യവിശ്വാസികൾ എന്നുള്ളതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്ന് ചേരുമ്പോൾ സത്യവിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വസിച്ചവരെ എന്ന് അങ്ങനെ വിളിക്കാനാണ് യാ അയ്യുഹ ചേർക്കുക. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. ഹൽ അദുല്ലുക്കും, ഹൽ എന്നുള്ളത് ഹർഫ് ഇസ്തിഫ്ഹാമാണ്, ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ഹൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ, ഉണ്ടോ, ആ രൂപത്തിലൊക്കെയാണ് ചോദ്യം വരിക. അങ്ങനെ ചെയ്യട്ടെയോ എന്നൊക്കെ. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. അതിൻ്റെ ഉത്തരം ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, വേണം വേണ്ട, ആ രൂപത്തിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഹൽ അദുല്ലുക്കും, ദല്ല എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നാണ്. ദല്ല. അദുല്ലു ഞാൻ അറിയിക്കും, ഞാൻ അറിയിക്കുന്നു. കും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക്. അദുല്ലുക്കും ഞാൻ നിങ്ങളെ അറിയിക്കും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഹൽ എന്ന് ചേരുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. എന്തിനെക്കുറിച്ച്? അലാ തിജാറത്തിൻ. തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം. അല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ മേൽ, അതിനെപ്പറ്റി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അലാ തിജാറത്തിൻ, കച്ചവടത്തെപ്പറ്റി അല്ലെങ്കിൽ കച്ചവടത്തിന്മേൽ എന്ന് പറഞ്ഞാൽ കച്ചവടത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കച്ചവടത്തെപ്പറ്റി അറിയിച്ചു തരട്ടെയോ. എങ്ങനെയുള്ള കച്ചവടമാണ്? തുഞ്ചീക്കും. അഞ്ച എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. യുൻജി, തുഞ്ചി എന്നൊക്കെ പറയുമ്പോൾ അത് മുളാരിയായ പദമാണ്. രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. യുൻജി എന്നുള്ളത് പുല്ലിംഗ രൂപത്തിൻ്റെ കൂടെയും തുഞ്ചി എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിൻ്റെ കൂടെയും ഉപയോഗിക്കും. അപ്പോൾ തുഞ്ചി എന്നാണ് ഇവിടെ വന്നത്. സ്ത്രീലിംഗമാക്കാൻ കാരണം തൊട്ട് മുമ്പ് തിജാറത്ത് വന്നതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ തുഞ്ചി അത് രക്ഷപ്പെടുത്തും. കും നിങ്ങളെ, നിങ്ങളെ അത് രക്ഷപ്പെടുത്തും. മിൻ അസാബിൻ, അസാബ് ശിക്ഷ. മിൻ അസാബിൻ ശിക്ഷയിൽ നിന്ന്. എങ്ങനെയുള്ള ശിക്ഷയാണ്? അലീമിൻ വേദനയേറിയ, വേദനാജനകമായ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ സത്യവിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ. അടുത്ത ആയത്ത് തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി.
ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, യുഅ്മിനു അവൻ വിശ്വസിക്കും, അവൻ വിശ്വസിക്കുന്നു, തുഅ്മിനു നീ വിശ്വസിക്കും, നീ വിശ്വസിക്കുന്നു, തുഅ്മിനൂന നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു, തുഅ്മിനൂന ബില്ലാഹി ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥമുണ്ട്, കൊണ്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇൽ എന്നർത്ഥം. ബില്ലാഹി അള്ളാഹുവിൽ, തുഅ്മിനൂന ബില്ലാഹി അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. വ റസൂലിഹി റസൂലുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൂതൻ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റസൂലുഹു റസൂലിഹി എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ദൂതൻ. വ റസൂലിഹി അവൻ്റെ ദൂതനിലും, അവിടെ ആ വാവ് വന്നതോടുകൂടെ ആ തുടക്കത്തിലുള്ള ബില്ലാഹി എന്നുള്ളതിലെ ബി ഇങ്ങോട്ടും ബാധകമാണ്. അപ്പോൾ ബില്ലാഹി വ റസൂലിഹി അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും. വ തുജാഹിദൂന ജാഹദ എന്ന് പറഞ്ഞാൽ സമരം ചെയ്തു, ത്യാഗം ചെയ്തു, പോരാടി, യുദ്ധം ചെയ്തു, പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ മുളാരിയാണ് യുജാഹിദു, തുജാഹിദു എന്നൊക്കെ. പോരാടും, പോരാടുന്നു എന്നർത്ഥം. തുജാഹിദൂന നിങ്ങൾ പോരാടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോരാടും. തുജാഹിദു ആകുമ്പോൾ നീ പോരാടും, തുജാഹിദൂന നിങ്ങൾ പോരാടും, അല്ലെങ്കിൽ നിങ്ങൾ പോരാടുന്നു. വ തുജാഹിദൂന നിങ്ങൾ പോരാടുകയും ചെയ്യുന്നു, നിങ്ങൾ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ സമരം ചെയ്യുകയും ചെയ്യുന്നു, പല അർത്ഥങ്ങളുണ്ട്. ഫീ സബീലില്ലാഹി സബീലുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം. അതിൻ്റെ മുമ്പിൽ ഫീ വരുമ്പോൾ ഇൽ എന്നർത്ഥം കിട്ടും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം, സബീലുല്ലാഹി അള്ളാഹുവിൻ്റെ മാർഗം, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ബി അംവാലിക്കും മാൽ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംവാൽ. മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ധനം. അംവാൽ സമ്പത്തുകൾ അല്ലെങ്കിൽ ധനങ്ങൾ. അതിൻ്റെ മുമ്പിൽ ബി വരുമ്പോൾ ബി അംവാലി ധനങ്ങൾ കൊണ്ട്, സമ്പത്തുകൾ കൊണ്ട്, കും നിങ്ങളുടെ, ബി അംവാലിക്കും നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ട്, വ അംഫുസിക്കും നഫ്സ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻഫുസ്. അർത്ഥം മനസ്സ് എന്നർത്ഥമുണ്ട്, ശരീരം എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ വ അംഫുസിക്കും എന്ന് പറയുമ്പോൾ അംഫുസിക്കും എന്നാവുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ ദേഹങ്ങൾ, നിങ്ങളുടെ മനസ്സുകൾ. അപ്പോൾ വ അംഫുസിക്കും നിങ്ങളുടെ മനസ്സുകൾ കൊണ്ടും, നിങ്ങളുടെ ദേഹങ്ങൾ കൊണ്ടും, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും. ദാലിക്കും ഖൈറുല്ലക്കും ദാലിക്കും അത്, അക്കാര്യം, ഖൈറുൻ ഏറ്റവും ഉത്തമമാണ്, ലക്കും നിങ്ങൾക്ക്, ഇൻ കുൻതും തഅലമൂൻ കാന എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേരുമ്പോഴാണ് കുൻതും എന്നാവുക. കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആയിരുന്നു എന്നൊക്കെ അർത്ഥം. അൻതും നിങ്ങൾ. അപ്പോൾ കുൻതും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങളാകുന്നു. അതിന് മുമ്പിൽ ഇൻ വരുമ്പോൾ അതൊരു നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, നിങ്ങളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാകുന്നുവെങ്കിൽ. തഅലമൂൻ അലിമ അറിഞ്ഞു, യഅലമു അവൻ അറിയും, അവൻ അറിയുന്നു, തഅലമു നീ അറിയും, നീ അറിയുന്നു, തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരായിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അംഫുസിക്കും. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കുന്നു, അവൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ത്യാഗം ചെയ്യുകയും അല്ലെങ്കിൽ ധർമ്മസമരം ചെയ്യുകയും ചെയ്യുന്നു. ദാലിക്കും ഖൈറുല്ലക്കും ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇവിടെ ഈ രണ്ടാമത്തെ ആയത്തിന് തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യണം എന്ന കൽപ്പനക്രിയയും കൊടുക്കും. ആ തരത്തിലാണ് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റുക. തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കണം. വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അംഫുസിക്കും നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരം കൊണ്ടും അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യുകയും ചെയ്യണം, അതും വേണം. ആ ഒരു രൂപത്തിലും അതിന് അർത്ഥം കൊടുക്കും. നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം എന്താണ് അങ്ങനെ രണ്ട് രൂപത്തിൽ എന്നുള്ളത്. ശരി, ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തുടക്കത്തിലേ നമുക്ക് കാണാൻ സാധിക്കും യാ അയ്യുഹല്ലസീന ആമനു സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്.
സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് എല്ലാവരോടുമുള്ള പൊതുവായിട്ടുള്ള കാര്യം പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യം സത്യവിശ്വാസികളോട് പ്രത്യേകമായി പറയുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അപ്പോൾ ഇവിടെ അള്ളാഹു അതിമനോഹരമായൊരു ഉപമയിലൂടെ ഒരു വലിയ കാര്യം സത്യവിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആളുകൾക്ക് എത്തിക്കുന്നത്. എന്താണ് കച്ചവടത്തിൻ്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾക്ക് കൂടുതലും അറിയുന്ന ഒരു കാര്യം കച്ചവടത്തെക്കുറിച്ചാണ്. അവർ ജീവിച്ചു പോന്നിരുന്നത് കച്ചവടത്തിലൂടെയാണ്. മാത്രമല്ല, ഏത് കാലത്തുള്ള ആളുകളോടും കച്ചവടത്തെപ്പറ്റി ഉപമിച്ചുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കച്ചവടം. എന്താണ് ഈ കച്ചവടത്തിൻ്റെ പ്രത്യേകത? കച്ചവടത്തിൻ്റെ പ്രത്യേകത എപ്പോഴും നമ്മളുടെ സമ്പത്തും നമ്മളുടെ സമയവും നമ്മുടെ ബുദ്ധിയും ഒക്കെ ഈ കച്ചവടത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലാഭം കിട്ടണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാവുക. നഷ്ടം സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആരും കച്ചവടത്തിലേക്ക് ഇറങ്ങൂലല്ലോ. ലാഭം കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇവിടെ അള്ളാഹു ലാഭം മാത്രം കിട്ടുന്ന, ലാഭം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കച്ചവടത്തെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതേസമയത്ത് നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയില്ല. ചിലപ്പോൾ ലാഭം വരാം, അല്ലെങ്കിൽ നഷ്ടം വരാം, രണ്ടും വരാം കച്ചവടത്തിൽ. പക്ഷേ അള്ളാഹു ലാഭം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. വെറും ലാഭം മാത്രം കിട്ടുന്നൊരു കച്ചവടം അതെന്താണ്? അതിനെക്കുറിച്ച് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ തോന്നും. അങ്ങനെയാണ് അള്ളാഹു ഉപമിക്കുന്നത്. നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ. തുഞ്ചീക്കും മിൻ അസാബിൻ അലീം, അത് നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതാണ് അതിൻ്റെ ഫലം, അതാണ് അതിൻ്റെ വരുമാനം, അല്ലെങ്കിൽ അതാണ് അതുകൊണ്ട് കിട്ടുന്ന ലാഭം. ഏറ്റവും കൂടുതൽ സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്ന ലാഭം എന്താണ്? പരലോകത്ത് രക്ഷപ്പെടണം. ആ ഒരു ലാഭം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ കിട്ടാൻ പറ്റുന്നൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞുതരാം. അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കേണ്ടി വരും. ആ കച്ചവടത്തിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ ഈ ലോകത്ത് കച്ചവടം ചെയ്യുമ്പോൾ സമ്പത്ത് ഇറക്കും, നമ്മുടെ സമയം ഇറക്കും, നമ്മുടെ ബുദ്ധിയൊക്കെ അതിലേക്ക് ഇറക്കും. ഇതൊക്കെ തന്നെയാണ് അതിലേക്കും ഇറക്കേണ്ടത്. പക്ഷേ അള്ളാഹു അത് ഒന്നുകൂടെ കുറച്ചും കൂടെ ഗൗരവത്തിൽ അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാനുള്ള കാരണം, ഈ പറയുന്ന കാര്യങ്ങൾ സത്യവിശ്വാസികളെ ചെയ്യുള്ളൂ. ഈ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അങ്ങനെ ഈ വിശ്വാസത്തിൽ, ഇസ്ലാമിക വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്കാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, അവരത് ചെയ്യുള്ളൂ. അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഉണർത്തി. മാത്രവുമല്ല, അള്ളാഹു പറയാണ് എന്താണ് അതിലേക്ക് ഇറക്കേണ്ടത്, ആ കച്ചവടത്തിലേക്ക് എന്താണ് മൂലധനമായിട്ട്, ഇൻവെസ്റ്റ്മെൻ്റായിട്ട്, നിക്ഷേപമായിട്ട് എന്താണ് ഇറക്കേണ്ടത്. അടുത്ത ആയത്തിൽ പറയാം, തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും. എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. തുഅ്മിനൂന ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അതാണ് ഒരു കാര്യം. പിന്നെയോ വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണം, ധർമ്മസമരം ചെയ്യണം. ഇതാണ് അടുത്തൊരു കാര്യം പറഞ്ഞത്. ഇവിടെ തുഅ്മിനൂന ബില്ലാഹി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പിന്നെ വീണ്ടും വിശ്വസിക്കാൻ പറയണമെന്ന്. അത് രണ്ട് രൂപത്തിലാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾ, അവർ സത്യവിശ്വാസികളാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചവരാണ്. തുഅ്മിനൂന, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അത് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞാൽ മതി. എന്നാൽ പിൽക്കാലത്ത് ആ രൂപത്തിൽ അടിയുറച്ച വിശ്വാസമില്ലാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ സത്യവിശ്വാസം ശരിക്കും സ്വീകരിക്കണം. അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം വേണം. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. അത് ചെയ്തേ പറ്റൂ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അടിയുറച്ച് വിശ്വസിക്കുന്നവരാ. അവരോട് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെയ്ത കാര്യം തന്നെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹുവിൽ വിശ്വസിക്കുക, അതൊരു പ്രസ്താവനയായിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ പിൽക്കാലത്ത് വരുന്ന മുസ്ലിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് പറയേണ്ടി വരും. കാരണം വിശ്വാസം അന്നുള്ള സ്വഹാബിമാർ വിശ്വസിച്ച പോലെയുള്ള അടിയുറച്ച വിശ്വാസം പലപ്പോഴും പിൽക്കാലത്തുള്ള മുസ്ലിങ്ങൾക്കില്ല. ഒക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ അടിയുറച്ച വിശ്വാസം പലർക്കും ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം പറയുമ്പോൾ രണ്ട് രൂപത്തിലും അർത്ഥം പറയും. പ്രസ്താവനാ രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുക,
അതുപോലെ അവൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക. അതൊക്കെ അന്നത്തെ കാലത്തുള്ള ആളുകളോട് അങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടാമത് പിന്നീട് വരുന്ന ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് കൽപ്പനക്രിയാരൂപത്തിൽ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ആയത്തിനർത്ഥം രണ്ട് രൂപത്തിലും പറയുന്ന അർത്ഥം. മാത്രവുമല്ല അന്നുള്ള ആളുകൾക്ക് ഇത് ഒരു പൊതുവായ വിവരം എന്നുള്ള രൂപത്തിലും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ലാഭം കിട്ടാനുള്ള ഏറ്റവും നല്ല കച്ചവടം എന്ന് അവരാ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമല്ലോ. അപ്പോൾ പൊതുവായ രൂപത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും അത് ഏറ്റവും നല്ല കച്ചവടമാണ്, അവർക്ക് ലാഭം കിട്ടുന്ന, ഉറപ്പായിട്ടും ലാഭം കിട്ടുന്ന കച്ചവടമാണ് എന്ന് അവർക്കൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ രൂപത്തിലും അത് പറയാം. പിൽക്കാലത്തുള്ള ആളുകൾക്ക് അത് വലിയ ഒരു ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരായത്തായി മാറുകയും ചെയ്യും. അപ്പോൾ തുഅ്മിനൂന ബില്ലാഹി, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്താണ് ഈ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഉണ്ട് അല്ലെങ്കിൽ ഏകനായൊരു അള്ളാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയോ? പോരാ. ആ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അതാണ് യഥാർത്ഥ വിശ്വാസം, അടിയുറച്ച വിശ്വാസം. പലരും അള്ളാഹു ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ലാത്ത ആളുകളുണ്ട്. അള്ളാഹു ഉണ്ട്, ഉറപ്പാണ് അള്ളാഹു ഉണ്ട്. പക്ഷേ അതനുസരിച്ച് ജീവിക്കുമോ? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ? അതില്ല. അത് യഥാർത്ഥ വിശ്വാസമല്ല, അത് അടിയുറച്ച വിശ്വാസമല്ല. അള്ളാഹു ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹു പറഞ്ഞതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ യാതൊരു മടിയുണ്ടാവില്ല. മാത്രമല്ല അവിടെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെങ്കിലും വിശ്വസിക്കാനും പാടില്ല. അള്ളാഹു ഒക്കെ ഉണ്ട്, പക്ഷേ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധിക്കാം എന്ന് പറഞ്ഞാലോ അതും ശരിയാവില്ല. ഏകനായ അള്ളാഹുവിനെ തന്നെ ആരാധിക്കുക. മാത്രമല്ല റസൂലിഹി, അവൻ്റെ ദൂതനെയും അംഗീകരിക്കുക, അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൊന്നും ഞാൻ വിശ്വസിക്കൂല, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് പൂർണ്ണമല്ല. അവൻ ഇസ്ലാമികപരമായിട്ട് അവൻ്റെ വിശ്വാസം ശരിയല്ല. അള്ളാഹുവിലും വിശ്വസിക്കണം, അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം. മാത്രമല്ല അള്ളാഹു എന്തെങ്കിലും നേരിട്ട് പറയുകയാണെങ്കിൽ അത് ഞാൻ അംഗീകരിച്ചോളാം, മുഹമ്മദ് നബി പറയുന്നൊന്നും ഞാൻ കേൾക്കൂല എന്നൊരാൾ പറഞ്ഞാലോ അതും ശരിയാവില്ല. അപ്പോൾ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട് എന്നും അള്ളാഹു നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് അറിയിച്ചു തരിക എന്നും അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഏത് കാര്യവും അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചാലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉൾപ്പെടൂ എന്നും ആ തരത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മാത്രം ഏതെങ്കിലും തരത്തിൽ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതിന് യാതൊരു അർത്ഥമില്ല. തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അംഫുസിക്കും, സ്വന്തം ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക, ധർമ്മസമരം ചെയ്യുക, പോരാടുക, യുദ്ധം ചെയ്യുക. ഈ ഒരു ആയത്തിൻ്റെ ഭാഗം നമ്മൾ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ആ സത്യവിശ്വാസി ജിഹാദ് ചെയ്യുന്നവനാണ്. എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ? ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരമാണ്, ത്യാഗം ചെയ്യുകയാണ്. ഓരോ സത്യവിശ്വാസിയും ഓരോ നിമിഷവും ജിഹാദ് ചെയ്യുന്നവനാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കുക, മനസ്സിനെ പിടിച്ചു നിർത്തുക. അള്ളാഹുവിൻ്റെ യഥാർത്ഥ നിർദ്ദേശങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോവാൻ വേണ്ടി മനസ്സാഗ്രഹിക്കുമ്പോൾ അതിനെ കടിഞ്ഞാണിട്ട് പിടിക്കുക. എനിക്ക് എൻ്റെ റബ്ബിനെയാണ് ഏറ്റവും കൂടുതൽ പേടി, അതുകൊണ്ട് തന്നെ ഞാൻ ആ തെറ്റിലേക്ക് പോവില്ല. ആ തരത്തിൽ ഓരോ നിമിഷവും തെറ്റുകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെയാണ്, ആ ത്യാഗം ചെയ്യലിനെയാണ് ജിഹാദ് എന്ന് പറയാം. സ്വന്തം ദേഹേച്ഛകളെ, സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ അടക്കി നിർത്തുക, ഒതുക്കി നിർത്തുക, അള്ളാഹുവിനെ പേടിച്ചിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആ ഒരു ജിഹാദ് ഓരോ സത്യവിശ്വാസിയും ഓരോ നിമിഷവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും സത്യവിശ്വാസികൾ ജിഹാദ് ചെയ്യുന്നവരായതുകൊണ്ട് ആ ഒരു ജിഹാദിനെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് അത് ചിലപ്പം വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിൻ്റെ വിമർശകർ ഈ ഒരു ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ മേലെ പിടികൂടുന്നത്. കാരണം അവർക്കറിയാം ഇവർ മുസ്ലിങ്ങൾ എല്ലാ സമയവും ജിഹാദ് ചെയ്യുന്നവരാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങളെ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒതുക്കി നിർത്തുന്നവർ, എന്താണോ അള്ളാഹു പറഞ്ഞത് ആ നിർദ്ദേശങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്നവർ, അതിനാണ് ജിഹാദ് എന്ന് പറയാം. ഈ ഒരു ജിഹാദിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഈ ഒരു
ദേശത്തിന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന രാജ്യത്തിനെതിരെ ശത്രുക്കൾ ആരെങ്കിലും വരികയാണെങ്കിൽ അതിനെതിരെ നിൽക്കലും അതും ജിഹാദാണ്. നമ്മുടെ രാജ്യം, നമ്മൾ താമസിക്കുന്ന രാജ്യത്തിനെതിരെ ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ശത്രുക്കളെ ആട്ടിയോടിക്കാൻ, ശത്രുക്കൾക്കെതിരെ നിൽക്കാൻ അതിന് ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്, അതും ജിഹാദാണ്. ഇനി ഇസ്ലാമിനെതിരെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ, ഇസ്ലാമിനെതിരെ ആരെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും അവർക്കെതിരെ തിരിച്ച് യുദ്ധം ചെയ്യുകയും ചെയ്യുക, അതും ജിഹാദാണ്. അപ്പോൾ ഈ യുദ്ധം ചെയ്യുക എന്നുള്ളതിനെ മാത്രം എടുത്തിട്ട് ജിഹാദായിട്ട് പൊക്കി കാണിക്കാറുണ്ട്. അത് ശരിയല്ല. ജിഹാദ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു തരം പോരാട്ടങ്ങൾ, യുദ്ധങ്ങളൊക്കെ. ജിഹാദ് എന്നുള്ളത് പല മേഖലകളിലുണ്ട്. ത്യാഗം ചെയ്യുക, ധർമ്മസമരം ചെയ്യുക, പോരാടുക. ഈ ഒരു ആയത്തിൽ ഉപയോഗിച്ച പദപ്രയോഗം തന്നെ നോക്കൂ. സമ്പത്ത് കൊണ്ടും അതേപോലെ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ ദേഹം കൊണ്ടും ധർമ്മസമരം ചെയ്യുക അല്ലെങ്കിൽ ത്യാഗം ചെയ്യുക. പല ആളുകളും ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ നന്നായിട്ട് മടിക്കും. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ഒരു ഭൗതിക ലോകത്തെ സുഖങ്ങൾക്ക് വേണ്ടി എത്രയും നമ്മൾ സമ്പത്ത് ചെലവാക്കും. അതേസമയത്ത് പരലോകത്തേക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു ത്യാഗം ചെയ്യാൻ ഒരുക്കമുണ്ടോ? ആ ഒരു ത്യാഗം, അതും ജിഹാദാണ്. ഇനി സ്വന്തം ശരീരം കൊണ്ട്, പലരും നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ദീനിന് വേണ്ടിയിട്ട് ശരീരം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അനാഥകൾക്ക് വേണ്ടി, നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പലരെയും കിട്ടൂല. അതേസമയം അവരുടെ സ്വന്തം വീടുകളിൽ നിന്നുകൊണ്ട് നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടാവും. അത് മാത്രം പോരാ, അള്ളാഹു പറയുന്നത് മറ്റുള്ള നമ്മുടെ സമസൃഷ്ടികളെ നമ്മൾ സ്നേഹിക്കണം, നമ്മളുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം. അതൊക്കെ, ആ സൽക്കർമ്മങ്ങളൊക്കെ തന്നെയും ജിഹാദാണ്. അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അങ്ങനെ നമ്മളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ദീനിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ത്യാഗങ്ങൾ, അതൊക്കെ ഈ ഒരു ജിഹാദിൻ്റെ ഗണത്തിൽപ്പെടും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം തന്നെ സമ്പത്ത് കൊണ്ടും അതുപോലെ നമ്മുടെ ദേഹം കൊണ്ടും ദീനിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട്. ഈ മനസ്സിനെ കടിഞ്ഞാണിട്ട് പിടിക്കണം തെറ്റിലേക്ക് പോകുമ്പോൾ, ശരീരത്തെ പിടിക്കണം. അതേപോലെ ശരീരവും നമ്മുടെ സമ്പത്തുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റണം. ഈ രൂപത്തിൽ നമ്മൾ ജിഹാദ് ചെയ്യുക എന്നുള്ളത് അത് വലിയ ഒരു ലാഭം കിട്ടുന്ന കച്ചവടമാണ്. പരലോകത്ത് സ്വർഗം ലഭിക്കാൻ, എളുപ്പത്തിൽ സ്വർഗം ലഭിക്കാൻ നമുക്ക് സാധ്യമാകുന്ന ഒരു കച്ചവടമായിട്ടാണ് അള്ളാഹു ഇതിനെണ്ണുന്നത്. പലപ്പോഴും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചിലവാക്കും. നമ്മൾ നല്ല ചൂടുള്ള കാലത്ത് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എ സിക്കൊക്കെ വേണ്ടിയിട്ട് എത്രയോ രൂപ ചിലവാക്കും, വീടുകളിൽ എ സി വെക്കാനൊക്കെ. അതേസമയം നാളെ പരലോകത്ത് ആ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എത്ര പൈസ ചിലവാക്കാൻ തയ്യാറാകുന്നുണ്ട്? അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ? ആ ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ എത്രയാണ് പൈസ ഇറക്കുന്നത്? അതേസമയം ഈ ലോകത്തുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അവിടെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു നമുക്ക് ഇതൊരു ഓഫറായിട്ട് നൽകുകയാണ്. നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉറപ്പായിട്ടും വിജയം ലഭിക്കാൻ ഒരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു തരാം. അത് ശരിക്കും മനസ്സിലാക്കി അറിയുന്നവരാണ് എങ്കിൽ അതിലേക്ക് തന്നെയാണ് ശ്രദ്ധ കൊടുക്കുക എന്നർത്ഥം. ഇവിടെ നോക്കൂ, ദാലിക്കും ഹൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, അവിടെ യാ എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്, അതിനുശേഷം ഹംസ വന്നു, അത് അയ്യുഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ്. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് അവിടെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. യാ അയ്യുഹ എന്നുള്ളത് ഒറ്റപ്പദമല്ല, യാ എന്നുള്ളത് വേറെയാണ്, അയ്യുഹ എന്നുള്ളത് വേറെയാണ്. അതുകൊണ്ട് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. മദ് മുൻഫസിൽ. യാ അയ്യുഹ, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ. തിജാറത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന്, അതിനുശേഷം ത ആണ്. തൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ തിജാറത്തി തുഞ്ചീക്കും, അവിടെ ജീമിൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, അവിടെയും ഇഖ്ഫാ ആണ്, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ തുഞ്ചീക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമ്, സുക്കൂനുള്ള മീമ്, ശേഷം അടുത്ത അക്ഷരം ഹർക്കത്തുള്ള മീമ്. ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ടും ഒരേ അക്ഷരങ്ങളായതുകൊണ്ട് ഇദ്ഗാം മുത്തമാസിലൈനി എന്നാണ് അതിന് പറയുക. രണ്ടും കൂടെ ചേർത്ത് ഒറ്റ മീമായിട്ട് ശബ്ദോടുകൂടി മണിച്ചിട്ട് ഉച്ചരിക്കുക.
അപ്പോൾ തുഞ്ചിക്കും മിൻ. മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം. മിൻ അസാബിൻ, മിൻ എന്നുള്ളത് നൂനിനെ വെളിവാക്കണം. അങ്ങനെ നൂനിനെ വെളിവാക്കേണ്ട സന്ദർഭങ്ങളിൽ നൂനിൻ്റെ ആ ഒരു പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം അവിടെ കാണാൻ പറ്റും. അവിടെ മാത്രമേ അങ്ങനെ കാണുള്ളൂ, ഇൽഹാറിന് വേണ്ടി മാത്രം. മിൻ അസാബിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഇൽഹാറാണ് നിയമം. അസാബിൻ എൻ എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. ഇത്തരം ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ ഫത്ത് തൻവീനോ കസ്ർ തൻവീനോ ഇടുമ്പോൾ ആ രണ്ട് വരകൾ കൃത്യമായി ഒന്നൊന്നിൻ്റെ താഴെയായിരിക്കിട്ടുണ്ടാവുക. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഫത്ത് തൻവീനോ കസ്ർ തൻവീനോ ഇടുമ്പോൾ രണ്ട് വരകൾ വേറെ വേറെ ആയിരിക്കും, കുറച്ച് വേറിട്ടായിരിക്കും ഉണ്ടാവുക. അലീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആ ലീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് മാറും. അടുത്ത ആയത്തിൽ തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി, അതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീറുണ്ട്. അവിടെ മുമ്പും ശേഷവും, ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് അതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. റസൂലിഹി, ഹി ഒരൽപ്പം നീട്ടുക. അതിനെ സൂചിപ്പിക്കാൻ ഒരു യാഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും. വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും. അവിടെ ഫാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻഫുസിക്കും, അൻഫുസിക്കും എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ജീമ് കാണാം മുകളിൽ. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ദാലിക്കും ഖൈറുല്ലക്കും, ഖൈറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. അപ്പോൾ ലാമിന് ഷദ്ദിട്ട പോലെ ഉണ്ടാവും. ഖൈറു എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഖൈറുൻ എന്നുള്ളത് ഖൈറു എന്നുള്ള രൂപത്തിൽ ഉച്ചരിച്ചിട്ട് ലാമിന് ഷദ്ദ് കൊടുക്കുന്ന രൂപത്തിലുണ്ടാവുക. അവിടെ ആ ലാമിന് ഷദ്ദ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ആ രൂപത്തിൽ പാരായണം ചെയ്യാനാണ്. അപ്പോൾ ഖൈറുല്ലക്കും, ഖൈറുൻ എന്ന് പറയില്ല, ഖൈറു എന്ന് പറഞ്ഞിട്ട് ഇല്ലക്കും, ഖൈറുല്ലക്കും എന്നാണ് പറയാം. ഇൻ കുന്തും, അവിടെ ഇൻ കുന്തും എന്നുള്ളത് കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഇൻ കുന്തും, കുന്തും എന്നുള്ളിടത്തും തഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. കുന്തും. തഅലമൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലെ നൂന് സുക്കൂന് തൊട്ട് മുമ്പത്തെ ആ ഒരു നീട്ടലിന് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാണത്. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അസാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലസീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ. അലാ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അതുകൊണ്ടാണ് തിജാറത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇടാനുള്ള കാരണം അല വന്നതുകൊണ്ടാണ്. തുഞ്ചീക്കും മിൻ അസാബിൻ, മിൻ എന്നുള്ളതും ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് അസാബുൻ എന്ന് പറയാതെ അസാബിൻ എന്ന് പറഞ്ഞത് മിൻ വന്നതുകൊണ്ടാണ്. ഈ അസാബ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം, സിഫത്ത് അല്ലെങ്കിൽ നാഅത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അസാബിൻ അലീമിൻ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ട് അസാബിൻ എന്ന് പറഞ്ഞാൽ പിന്നെ അലീമിൻ എന്നേ പറയാവൂ. രണ്ടിൻ്റെയും മുമ്പിൽ അലിഫ്ലാമില്ല, രണ്ടും ഒരേ രൂപത്തിലാണ് ഉണ്ടാവുക. തുഅ്മിനൂന ബില്ലാഹി, ബി എന്നുള്ളതും ഹർഫ് ജറാണ്. നമ്മൾ അല മിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ബിക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. സാധാരണഗതിയിൽ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി വന്നപ്പോൾ അത് ബില്ലാഹി എന്നായി മാറിയത്. മാത്രമല്ല അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാ എന്നുള്ള ഉച്ചാരണം കിട്ടും. അപ്പോൾ ബില്ലാ എന്നേ പറയുള്ളൂ, ബില്ലാ എന്ന് പറയില്ല, ബില്ലാഹി. വ റസൂലിഹി, ഇവിടെ ഈ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തതാണ് റസൂൽ എന്നുള്ളതിനെ, അതിനാണ് വാവിട്ടത്, മഅത്തൂഫ് എന്ന് പറയും. അപ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ രൂപം എങ്ങനെയാണോ അതേ ഇറാബാണ് റസൂലിനും കിട്ടുക. അള്ളാഹി എന്നായതുകൊണ്ട് അല്ലെങ്കിൽ ബില്ലാഹി എന്നായതുകൊണ്ട് റസൂലി എന്നേ വരുള്ളൂ. റസൂലി എന്നുള്ളതിൻ്റെ കൂടെ ഹി എന്നേ ചേരൂ, ഹു എന്ന് ചേരൂല. അപ്പോൾ എന്തുകൊണ്ട് റസൂലി എന്ന് എഴുതി ചോദിച്ചാൽ ഇല്ലാഹി തൊട്ട് മുമ്പ് ബില്ലാഹി എന്നുള്ളതിലെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്റായതുകൊണ്ട് അതിലേക്ക് ചേർത്തതാണ് റസൂൽ എന്നുള്ളതിനെ മഅത്തൂഫാണ്, അതുകൊണ്ട് റസൂലി എന്നെഴുതി. റസൂലി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹു ചേരൂല, ഹി എന്നേ ചേരുള്ളൂ. ഇനി വ തുജാഹിദൂന
ഫി സബീലില്ലാഹി. ശരിക്ക് അള്ളാഹുവിൻ്റെ മാർഗം എന്നുള്ളതിന് സബീലുല്ലാ എന്നാണ് പറയാം, സബീലുല്ലാഹി. പക്ഷേ ഫീ വന്നതുകൊണ്ട് ഫീ സബീലു എന്ന് പറയില്ല, ഫീ സബീലി എന്നാണ് പറയാം. ഫീയും ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ഫീ സബീലി എന്നായത്. പിന്നെ അള്ളാഹു എന്നുള്ള പദം ആ പദത്തിലേക്ക് സബീലിനെ ചേർത്തു, അതുകൊണ്ട് അള്ളാഹു എന്നുള്ളതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ആ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ ഹി കസറിട്ടത്, അതുകൊണ്ടാണ്. ഇനി ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ലാമിന് കസറാണല്ലോ, അതുകൊണ്ടാണ് ഇല്ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കുന്നത്. ഫീ സബീലില്ലാഹി എന്ന് പറയില്ല, ഫീ സബീലില്ലാഹി എന്നാണ് പറയാം. ഇനി നേരത്തെ ബില്ലാഹി വ റസൂലിഹി പറഞ്ഞതുപോലെ തന്നെ ബി അംവാലിക്കും വ അംഫുസിക്കും, ഈ അംവാലിക്കും എന്നുള്ളതിലേക്ക് ചേർത്തിരിക്കുകയാണ് അംഫുസിക്കും എന്നുള്ളതിനെ, മഅതൂഫാണ്. അതുകൊണ്ട് അംവാലി എന്നായതുകൊണ്ട് അംഫുസി എന്നേ വരുള്ളൂ. എന്തുകൊണ്ട് അംവാലി എന്നായി? ബി വന്നതുകൊണ്ട്. ബി ഹർഫ് ജറാണ്. ബി അംവാലു എന്ന് പറയില്ല, ബി അംവാലി എന്നാണ് പറയാം. അതിലേക്ക് ചേർത്തതാണ് അംഫുസിനെ, അതുകൊണ്ട് അംഫുസി എന്നാണ് പറയാം. രണ്ടും ഒന്നൊന്നിലേക്ക് ചേർക്കപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.